ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫ്ലവേഴ്സിനെയും ട്രീസിനെയൊക്കെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. ഇത് കരിമ്പാണ് കേട്ടോ. കരിമ്പ് നമ്മൾ ജ്യൂസ് അടിച്ച് അല്ലാതെയൊക്കെ തിന്നാറുമുണ്ട്. പിന്നെ ഇത് പനിക്കുറുക്കയാണ്. ഇതൊരു ഔഷധ ചെടിയാണ്. നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഇത് വാട്ടി നമ്മൾ കുടിക്കാറുണ്ട്. ഇത് പിന്നെ ബോൾസ്യമാണ്. ഈ ബോൾസ്യം റോസ് കളറിലാണ്. അപ്പം പൂ പിടിച്ചിരിക്കുന്ന ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബോൾസ്യത്തിൻ്റെ പൂ ഇതാണ്. ഇത് ഒരുപാട് പേരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് പിന്നെ എല്ലാ വീട്ടിലും കണ്ടുവരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് ഓർക്കിഡ് എന്നാണ്. കുറേ പേരും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിടാറൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് 10 മണി ചെടി എന്നാണ്. ഇത് 10 മണി കഴിഞ്ഞാൽ വാടിപ്പോവുക അങ്ങനെ കണ്ടാണ് സംഭവം. അപ്പം ഇവിടെ ഒരുപാട് 10 മണി ചെടി നിൽപ്പുണ്ട്. മഞ്ഞയുണ്ട്, പിന്നെ ഓറഞ്ച് പോലത്തെ ഈ ഒരു ഷെയ്ഡും ഉണ്ട്. ഇത് തന്നെ ഒരു സൈസിൽ പടർന്ന് കയറുന്ന ഒരു ഇലച്ചെടിയാണ്. ഇവിടെ ഒരുപാട് ഇലച്ചെടികളുണ്ട്, പല മോഡലിലെ ഇലച്ചെടികളുമുണ്ട്. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്നതും അതുപോലെ തന്നെ ഒരു ഇലച്ചെടിയാണ്. ഇതാണ് ഫ്രണ്ട്സ്, ഇതും ഇലച്ചെടിയാണ്. ഇതിൽ തൊട്ട് നോക്കുമ്പോൾ എന്തോ നമ്മുടെ ദേഹത്ത് മുള്ളു കൊണ്ടുവരുന്ന ഒരു ഫില്ലാണ്. പിന്നെ ഇത് മുല്ലയാണ്. ഇതെല്ലാ വീടുകളിലും കണ്ടുവരുന്നൊരു സംഭവമാണ്. ഈ മുല്ലയുടെ പൂവ് നമ്മൾ പിച്ചി തലയിൽ വെക്കാറുണ്ട്. ഇത് പിന്നെ പാലപ്പൂവിൻ്റെ തന്നെ വേറൊരു മോഡലിലെ പൂവാണ്. പിന്നെ ഈ ഒരു സംഭവം ഇലച്ചെടികളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഇതിൻ്റെ പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പിന്നെ തെറ്റിയുടെ ചെടിയാണ്. തെറ്റിയുടെ തന്നെ പല സൈസിലെ ചെടികളുണ്ടല്ലോ, അതിലൊന്നാണ് ഇത്. ഇത് വലുതായിട്ടില്ല, ഇത് ചെറിയൊരിതാണ്. വലുതാകുമ്പോൾ ഇതിനകത്ത് പൂക്കൾ കാണാൻ നല്ല രസമാണ്. ഇതാണ് പിന്നെ തുളസി. ഇതും മിക്ക വീടുകളിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇതും റോസാപ്പൂ കൂടെയൊക്കെ പിച്ചി അമ്പലത്തിൽ കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ 2 സൈസിലെ റോസ ഉണ്ട്. അതിലൊരു സൈസ് ഇതാണ്. ഇതിൻ്റെ പൂ കാണാൻ നല്ല അടുക്കടുക്ക് പോലെ ഇങ്ങനെ ഇല നിൽക്കുന്നതാണ്. നല്ല രസമാണ് ഈ റോസയുടെ പൂ കാണാൻ. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് നേരത്തെ കണ്ടതിനെക്കാട്ടി ഇച്ചിരി കൂടെ ലൈറ്റ് കളറുള്ള റോസാപ്പൂവാണ്. ഇതും അതുപോലെ തന്നെ അടുക്കടുക്കായിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ ലൈറ്റ് കളറാണെന്നേ ഉള്ളൂ. ഇതും ഒരുപാട് പൂക്കൾ പിടിച്ച് നിൽപ്പുണ്ട്. വേണ്ടേ, ഇതെവിടെയൊക്കെ മൊട്ട് വരുന്നുണ്ട്. ഇത് ശംഖുപുഷ്പം. ഇതൊരു ഔഷധ ചെടിയാണ്. പിന്നെ ഇതും നമ്മൾ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ കാന്താരി മുളകാണ്. ഇത് നമ്മൾ ചമ്മന്തി അരയ്ക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതെവിടെ ഒരെണ്ണം പിടിച്ചിപ്പോണ്ട്. ഇനി ഞാൻ എൻ്റെ വീട്ടിലെ മരങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് പിന്നെ തെങ്ങാണ്. തെങ്ങ് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ഐറ്റമാണ്. ഇത് റംബൂട്ടാൻ മരമാണ്. ഇതിനകത്ത് ഒരുപാട് പൂത്ത് നിൽപ്പുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. ഇത് പിന്നെ മാവാണ്. മാങ്ങ സീസണൊക്കെ കഴിഞ്ഞല്ലോ. ഇത് പിന്നെ ബ്ലാത്തി മരമാണ്. ഇതിനകത്ത് ബ്ലാത്തി ഒന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും ഒറ്റ നോട്ടയെത്തി എന്താ സംഭവം എന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതിൻ്റെ പേരെന്നത്. എൻ്റെ പേര് വാഴയെന്നാണ്. ഇതിനകത്ത് കൊല പിടിക്കും. ആ കൊലയാണ് നമ്മൾ പഴമായിട്ട് തിന്നുന്നത് പഴുക്കുമ്പോൾ. ഇതാണ് പുളിമരം. ഇതിനകത്ത് പുളിയുടെ സീസണൊക്കെ കഴിഞ്ഞു. നേരത്തെ ഒരുപാട് പുളികളുണ്ടായിരുന്നു. പിന്നെ 2 ഐറ്റംസ് പറഞ്ഞു തരാൻ ഞാൻ മറന്നുപോയി. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് കറ്റാർ വാഴ. ഇത് ചിലവർ മുഖത്ത് തേക്കുകയും പിന്നെ തലയിലെ താരം പോകാൻ തലയിലൊക്കെ തേക്കുകയും ചെയ്യാറുണ്ട്. ഇത് പിന്നെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പൂവാണ് ഇതിൻ്റെ പൂവ്. ഇതപ്പോൾ താമരയാണ്. അപ്പോൾ താമരയൊന്നും വരാറായിട്ടില്ല, കംപ്ലീറ്റ് ഇലയാണ്. ഇവിടെ ഒരു കുഞ്ഞു കറിവേപ്പിലയുടെ നിൽപ്പുണ്ട്. നേരത്തെ ഇവിടെ വലിയ കറിവേപ്പില ഉണ്ടായിരുന്നു, അതെല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.